നമസ്കാരം. ചേർത്തല ചൊരിമണലിൽ പച്ചക്കറി കൃഷിയുടെ 70 mm ക്യാൻവാസ് തീർത്ത ഒരു കർഷകനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. കടക്കരപ്പള്ളി സ്വദേശി ശ്രീ മോഹൻദാസ്. അരനൂറ്റാണ്ടിലേറെ കാർഷിക പാരമ്പര്യമുള്ള കർഷകനാണ് ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ശ്രീ മോഹൻദാസ്. സ്വയം വികസിപ്പിച്ച നവീന കൃഷി രീതിയിലൂടെ ഒരു ചുവട് മരിച്ചീനിയിൽ നിന്ന് സാധാരണ ലഭിക്കുന്നതിന്റെ 4 ഇരട്ടി വിളവ് ഉൽപ്പാദിപ്പിച്ച് ഈ കർഷകൻ മാതൃകയായി. ഒരു തടത്തിൽ തന്നെ 2 കമ്പ് 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ചു നടുകയാണ് ചെയ്യുക. ഈ കമ്പുകളുടെ മുള വരുന്ന ഭാഗം തടത്തിലെ മണ്ണിന് സമാന്തരമായി നിലനിർത്തിയിരിക്കും. നടുന്നതിന് മുൻപ് ഒരു ചുവട്ടിൽ തന്നെ 2 ചുവട് മരിച്ചീനിക്കു വേണ്ട അടിവളം നിർബന്ധമായും ചേർക്കേണ്ടതുണ്ട്. ഫോസ്ഫറസിന്റെ കലവറയായ എല്ലുപൊടിക്കൊപ്പം ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, ജൈവ അവശിഷ്ടങ്ങൾ എന്നിവ വളമായി പ്രയോഗിക്കുന്നു. പരിമിതമായ സ്ഥലം ഉപയോഗിച്ച് പരമാവധി വിളവ് ഉൽപ്പാദിപ്പിക്കുക എന്ന ചിന്തയാണ് മോഹൻദാസിനെ ഇത്തരമൊരു കാർഷിക പരീക്ഷണത്തിലേക്ക് നയിച്ചതും വിജയിപ്പിച്ചതും. നിലവിൽ 12 ഏക്കർ ഭൂമിയിൽ സമ്മിശ്ര കൃഷി നടത്തുന്ന ഈ കർഷകനെ സംസ്ഥാന സർക്കാർ 2014 കർഷകമിത്ര അവാർഡ് നൽകി ആദരിച്ചു. പോലീസായിരുന്നു മോഹൻദാസ്. അതെ, പോലീസിൽ നിന്ന് രാജിവെച്ചു. അതെ. എൻ്റെ പിതാവ് കർഷകനായിരുന്നു. ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരുന്ന സ്ഥലത്ത് എൻ്റെ പിതാവ് പച്ചക്കറി തമിഴ്നാട്ടിലേക്ക് കയറ്റി വെച്ചിരുന്നൊരു ആളാണ്. അപ്പോൾ ഇത് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കൃഷി മനസ്സുണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണതയിലെത്തിക്കാൻ സ്വന്തമായി സ്ഥലം കുറവായിരുന്നു. അങ്ങനെ 1981 ഞാൻ വിദേശത്ത് പോയി. ഞാനൊരു 20 വർഷക്കാലം വിദേശത്ത് ജീവിച്ചു. എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരും ഏതാണ്ട് 26 വർഷക്കാലം വിദേശത്ത് കഴിഞ്ഞുകൂടി. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സമ്പാദ്യം സിമൻറ്റ് കൊട്ടാരമൊന്നും തീർത്തില്ല. ഏതാണ്ടും 8 ഏക്കറോളം ഭൂമി ഞാൻ സ്വന്തമായി വാങ്ങി. അതിൽ വിളയാത്തതൊന്നുമില്ല. ഉള്ളിയും സവാളയും, വെളുത്തുള്ളിയും സവാളയും ഒഴിച്ചു ബാക്കി ഞാൻ എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യുന്നു. മീനുണ്ട്, പച്ചക്കറികളുണ്ട്, നെല്ലുണ്ട്, ഫ്രൂട്ട്സുണ്ട്. ഒരു 15 വെറൈറ്റിയോളം പഴവർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഒരു സമൃദ്ധിയുടെ ലോകം തീർക്കാൻ എനിക്ക് കഴിഞ്ഞു. എനിക്ക് 2012 സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ്റെ സംസ്ഥാന അവാർഡുണ്ടായിരുന്നു. 2014 കർഷകമിത്ര അവാർഡ്, ജൈവ കർഷകനുള്ള കേരളത്തിലെ ആദ്യത്തെ അവാർഡായിരുന്നു. അത് ഇത്തവണ എനിക്ക് കിട്ടി. ജില്ലാ അവാർഡ്, താലൂക്കിലെ അവാർഡ്, നിരവധി അവാർഡുകൾ എന്നെ തേടിയെത്തി. ഞാൻ അവാർഡിന് വേണ്ടിയല്ല കൃഷി ചെയ്തത്. ഞാൻ പിന്നെ ഓർഗാനിക് അഗ്രികൾച്ചർ, എനിക്ക് കൃഷി പഠിക്കണമെന്ന് തോന്നി. ഞാൻ ഓർഗാനിക് അഗ്രികൾച്ചറിൻ്റെ കോഴ്സ് ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി. അതിനുശേഷം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. കേരളത്തിലുടനീളം നടക്കുന്ന കാർഷിക സംഗമങ്ങളിൽ പങ്കെടുക്കുകയും കൃഷിയുടെ പ്രാധാന്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത് ഓർഗാനിക്കായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് 100%. കാരണം ഞാൻ ആദ്യം കൃഷി ചെയ്തിരുന്നതിൽ എനിക്ക് പാളിച്ചകൾ പറ്റി. ഞാൻ രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്തിരുന്നു. അത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ 100% അതിനകത്ത് നിന്ന് മാറി. തിരിച്ചറിവ് പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ചെയ്തിരുന്നത് തെറ്റാണ്. അപ്രകാരം മാറി 100%. ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും രാസവളം ഉപയോഗിച്ചാലേ കൃഷി നടക്കൂ എന്നൊരു ധാരണയുണ്ട്. അത് 100% തെറ്റാണ്. മോഹൻദാസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷി ഏതാ? എല്ലാ പച്ചക്കറികളും. ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ മരച്ചീനിയുടെ തന്ത്രമായിരുന്നല്ലോ പറഞ്ഞത്. മരച്ചീനി തന്ത്രമൊന്നുമില്ല. ഞാൻ എൻ്റെ രീതിയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ തനതായ രീതിയിൽ ചെയ്തു നോക്കി. ചിലതെല്ലാം 100% വിജയിച്ച്. എന്താ ഈ 45 ഡിഗ്രിയുടെ പ്രത്യേകത? പ്രത്യേകിച്ച് പരിമിതമായ സ്ഥലമുള്ളവർക്ക്, കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് കൂടുതൽ ഉൽപ്പാദനം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പരീക്ഷണം ചെയ്തു നോക്കിയതാണ്. അത് 100% എന്നെ സംബന്ധിച്ചത് വിജയപ്രദമായി. ജൈവവളവും കമ്പോസ്റ്റും ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു?
ഞാൻ എൻ്റെ സ്വന്തമായ വളക്കൂട്ടുകളാണ് പ്രശ്നം. ഒറ്റ വളപ്രയോഗം കൊണ്ട് അത് സ്വന്തമായി ഉണ്ടാക്കുന്ന വളക്കൂട്ടുകളാണ്. അതിനകത്ത് കൃത്രിമങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് പശുവുണ്ട് വീട്ടിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് വീട്ടിൽ കിട്ടുന്ന എല്ലാ ഇലവർഗ്ഗങ്ങളും ഒരു ചെറിയ ടെക്നിക്കാണ്, പക്ഷേ വളരെ തുച്ഛമായ ചെലവിൽ മെച്ചമായ വിളവുകൾ നമുക്ക് ലഭിക്കും. അത് ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 അടി കനത്തിലും വീട്ടിൽ കിട്ടുന്ന എല്ലാ ഉണക്ക ഇലകളും ചാണകം ഇടുന്ന ചാണകക്കുഴി കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന രീതിയിൽ അത് മണ്ണിൽ ഉപയോഗിക്കാതെ ഞാൻ ചെയ്യുന്നത് എൻ്റെ തനതായ രീതിയാണ്. 2 അടി ഇളം ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഈ 2 അടി കനം തന്നെ ചാണകം നിക്ഷേപിക്കും. ചാണകത്തിൻ്റെ ഒരു ലെയർ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലടുത്തായതുകൊണ്ട് മത്തി കിട്ടും, ധാരാളം മത്തി കിട്ടുന്ന അവസരം. മത്തി അല്ലെങ്കിൽ വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റ് കിട്ടും. അത് മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു ഭാഗം ഒരു ലെയറിൽ ഈ മീൻ വേസ്റ്റും അടുക്കിയതിന് ശേഷം വീണ്ടും ചാണകം ഇടും. ഈ ചാണക കമ്പോസ്റ്റ് അതിൻ്റെ പുറത്ത് വീണ്ടും ഇലകളുണ്ടെങ്കിൽ കിട്ടുന്ന എല്ലാ ഇലവസ്തുക്കളും അതിനകത്ത് ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി കൊണ്ടുവരുന്ന ഇവിടെ കക്കായ്ക്ക് ഭയങ്കര വില. പച്ച കക്ക പൊടിച്ചത് കിട്ടുന്നുണ്ട്. മണ്ണ് ന്യൂട്രലാകാൻ പച്ച കക്ക വളരെ പ്രയോജനമാണെന്ന് എൻ്റെ കൃഷിയിൽ എനിക്ക് തെളിഞ്ഞു. അതിനുശേഷം പച്ച കക്ക പൊടിച്ചത് കിട്ടുന്നുണ്ട്. പൊടിച്ചതെന്ന് വെച്ചാൽ കോഴിക്ക് കൊണ്ടുപോകുന്നതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗം അത് ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതേ രീതിയിൽ ചേർന്ന് കപ്പലിൻ്റെ പിണ്ണാക്കും ഇതെല്ലാം കൂടി ഒരു തട്ടിൽ തന്നെ മിശ്രിതമാക്കി എടുത്തിട്ടാണ് വ്യത്യസ്തങ്ങളായ നിരവധി വളങ്ങൾ ചെയ്യുന്നുണ്ട്. പാനലിലേക്ക് വരാം. 20 വർഷം പുറത്തായിരുന്നു എന്ന് പറഞ്ഞല്ലോ. 20 വർഷം പുറത്ത് കൃഷി ആയിരുന്നില്ല എന്ന് ഇല്ല, ഞാൻ കൃഷി ചെയ്തു. അതാണ് സാറിന് സംശയം. ഞാൻ പോയ ചൊരിമണലിൽ ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. ഞാൻ ചെന്ന ജിസാൻ എന്ന് പറഞ്ഞ ഒരു കുഗ്രാമത്തിലായിരുന്നു. ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമില്ലാത്തൊരു ഗ്രാമപ്രദേശം. പക്ഷേ അവിടെ ചില ചെടികളെല്ലാം നല്ല ഭംഗിയായി വളരുന്ന കണ്ടപ്പോൾ ഈ മണ്ണിൽ പച്ചക്കറി വളരുമെന്ന് എനിക്ക് തോന്നി. ഞാൻ സൗദി അറേബ്യയുടെ 2.5 ഏക്കർ സ്ഥലത്ത് ഞാൻ പച്ചക്കറി കൃഷി ചെയ്ത് എല്ലാ കൃഷികളും കപ്പ വരെ കൃഷി ചെയ്തു. ഞാനത് ഹോൾസെയിലായിട്ട് മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റുകളിൽ ഞങ്ങൾ സപ്ലൈ ചെയ്ത് എനിക്ക് ഒരു മാസം 2 ലക്ഷം രൂപയിലധികം വരുമാനം എനിക്ക് സൗദി അറേബ്യ ഉണ്ടാക്കി. സൗദി അറേബ്യയിൽ കർഷകനായി ജീവിച്ചപ്പോൾ അതിന് വേണ്ടുന്ന നടീൽ വസ്തുക്കൾ ഇവിടുത്തെ പോലെ കിട്ടുമായിരുന്നു? പറഞ്ഞുതരാം. ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, കോൺക്രീറ്റ് മന്ദിരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല, മറിച്ച് കൃഷി 8 ഏക്കർ ഭൂമി വാങ്ങാനാണ് ശ്രമിച്ചതെന്ന് മോഹൻദാസ് പറഞ്ഞു. വളരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇന്നൊരു പക്ഷേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കൾക്ക് കൊടുക്കുന്ന സന്ദേശവും അങ്ങനെ തീരുമാനം എടുക്കാൻ ഉണ്ടായ പ്രചോദനം ഏതായിരുന്നു? എൻ്റെ ആത്മബലം? ഇതാണ് 2 ചോദ്യങ്ങൾ. ഞാൻ വളർന്നത് എൻ്റെ കാരണം മനസ്സിലുണ്ടായാലേ മണ്ണിലുണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഞാൻ വളർന്നത് ഇത് കണ്ടാണ് വളർന്നത്. എൻ്റെ മനസ്സ് മുഴുവൻ കൃഷിയായിരുന്നു. ഞാൻ സൗദി അറേബ്യയിൽ 10 വർഷം ഗവൺമെൻറ് സർവീസും 10 വർഷം സ്വന്തമായിട്ട് റെഡിമെയ്ഡ് കടയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ആവശ്യത്തിന് ഭൂമിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് ഒന്നും നോക്കാതെ ഞാൻ കടന്നു പോകുന്ന ഒരാളാണ്. പിന്നെ ഞാനൊരു 13 ഏക്കറോളം സ്ഥലം ഞാൻ കൃഷിയുക്തമാക്കി എടുത്തു. അത് കൂടുതലും വെള്ളക്കെട്ടുള്ളതാണ്. എനിക്കതാണ്ട് 20 ലക്ഷത്തിലധികം രൂപ എനിക്ക് ഈ പ്രകൃതിക്ഷോഭം കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത്. കർഷകൻ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ട് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ കർഷക ആത്മഹത്യകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം പ്രത്യേകിച്ച് സർക്കാരുകൾ പ്രത്യേകിച്ച് ഒരു കൃഷിയും പ്രോത്സാഹിപ്പിക്കാത്തൊരു നിലവാരത്തിലായിരുന്നു. മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും സത്യത്തിൽ കൃഷിക്കാരനെ പോഷിപ്പിക്കുന്നില്ല. സർക്കാരിന് ഒരു 2ാം തരം പൗരനായി കാണുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഇപ്പോൾ കുറച്ചൊരു നല്ല സമീപനം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ അതിന് ക്യാൻസർ ആശുപത്രിയല്ല വേണ്ടത്. നല്ല ഭക്ഷണം കഴിക്കാവുന്ന ഒരു നല്ല വ്യവസ്ഥിതി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല സമൂഹത്തിന് വാർത്തെടുക്കാൻ കഴിയും 100%. കാർഷിക മേഖല നേട്ടങ്ങൾ അതുല്യങ്ങളാണ്. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് ഓഫ് ടാപ്പിയോക്ക ഫോർ ഹയർ പ്രൊഡക്ഷൻ, അതായത് കൂടുതൽ മരച്ചീനി കമ്പുകൾ നട്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ താങ്കളൊരു മാതൃക സൃഷ്ടിച്ചു. അതൊന്ന് വിശദീകരിക്കാം. 45 ഡിഗ്രിയിലാണ് ചരിച്ചാണ് കമ്പ് തരുന്നത്. അതിൻ്റെ ഒരു കണ്ണ് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ 100 മൂട് കപ്പ ഇടുന്ന സ്ഥലത്ത് നമുക്ക് 400 മൂടിൻ്റെ ഇൻകം കിട്ടും. ആ ഒരു മുകളം മണ്ണിനോട് ചേർന്ന് നിൽക്കത്ത രീതിയിൽ വേണം താത്താൻ. അത് സാധാരണ ആ മുകളം ശ്രദ്ധിച്ച് നമ്മുടെ കൈ തള്ളവിരലുകൊണ്ട് പ്രസ് ചെയ്തുകൊണ്ട് മണ്ണിലേക്ക് താത്തിയാൽ അതേ പൊസിഷനിലിരിക്കും. 2 മുകളം മാത്രമേ ആ കമ്പിന് നിർത്താൻ പാടുള്ളൂ. 2 മുകളം മണ്ണിനോട് ചേർന്ന് വരുന്ന മുകളം മാത്രമേ 2 കമ്പിൽ നിർത്താനാവുള്ളൂ. മുകളിൽ ആ കമ്പിൻ്റെ മുകളിൽ വരുന്ന ശിഖരങ്ങൾ കിളിർത്ത് നിന്ന് കഴിഞ്ഞാൽ കമ്പ് കാറ്റുകൊണ്ട് ആടും. അപ്പോൾ താഴത്തെ റൂട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നട്ടാൽ 1 ഏക്കറിൽ എത്ര മൂട് മരച്ചീനി? 100 മൂട് കപ്പ നടന്നെടുത്ത് നമുക്ക് 400 മൂട് കപ്പയുടെ ഇൻകം കിട്ടും. ചെലവ് കഴിഞ്ഞ് എത്ര ലാഭം കിട്ടും? 100%. പ്രകൃതിക്ഷോഭം വന്നില്ല എന്നുണ്ടെങ്കിൽ 100-ൽ 101% ലാഭം. സാർ, ഞാൻ സ്ഥിരമായിട്ട് കപ്പ നടുന്ന ഒരു വ്യക്തിയാണ്. ഈയിടയ്ക്കും എക്സിബിഷന് വേണ്ടി മരിച്ച് കപ്പ കൊടുത്ത ആളാണ്. പക്ഷേ ഒരു കമ്പിൽ നിന്ന് സാധാരണ എത്ര കിലോ മരിച്ചിന് കിട്ടുമെന്ന് പറഞ്ഞില്ല. അതുപോയിട്ട് അതിൻ്റെ വെറൈറ്റി ഏതൊക്കെയാണെന്ന് പറഞ്ഞില്ല. ഞാനൊരു സയൻറ്റിസ്റ്റ് ഒന്നുമില്ല, ഒരു സാധാരണ പച്ചയായ ഒരു കർഷകനാണ് ഞാൻ. അതിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ, കാരണം നല്ല രീതിയിൽ വിളവ് ചെയ്താൽ പല ഇനം കമ്പുകൾ ഈ
കിൻഡൽ കമ്പ് ഞാനത് വാങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല, വെറും സിലിക്ക സോയിലിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളും അതുപോലെ തന്നെയാണ്, അതെ, ചെറിയ ആ കർഷകരാണ്. സോയിലിൽ കൃഷി ചെയ്തിട്ട് എനിക്ക് ഒരു മിനിമം 40 കിലോ 45 കിലോ കമ്പ് പിന്നെ കപ്പ വരെ എനിക്കൊരു സമയം കിട്ടിയിട്ടുണ്ട്. മോഹൻദാസ് ധാരാളമായിട്ട് ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം ചൊരിമണലിൽ ഞങ്ങൾ പറയും, കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞന്മാർ പറയും, മോഹൻദാസിൻ്റെ കൃഷിസ്ഥലം ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു പ്രദർശനശാലയാണെന്ന് പറയും. സാറേ പക്ഷേ അങ്ങയുടെ വിളവിൻ്റെ ഒരു രഹസ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു വസ്തുവാണ്. ഇറക്കുമതി ചെയ്യുന്നത് കോഴിക്കാഷ്ടമാണെന്ന് മാത്രം. ശരിയാണ്, 100%. കാരണം കോഴിക്കാഷ്ടം ഇറക്കാറുണ്ട്. കാരണം എനിക്കൊരു സീസണിൽ 36 ടണ്ണ് വളം വേണം. ഈ 36 ടണ്ണ് വളം എനിക്ക് പശുവിൽ നിന്ന് കിട്ടാം. കാരണം എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ലേബേഴ്സ് ഇല്ല, ഞാനൊരു ലേബർ നേരെ കാലത്തെ 4 മണിക്ക് ഉണർന്നു കഴിഞ്ഞാൽ രാത്രി 10 മണി വരെ കൃഷിയിടത്തിൽ പണിയുന്ന ഒരാളാണ് ഞാൻ ഈ ഉപയോഗിക്കുന്ന ഓരോ വർഷം കിട്ടുന്ന എല്ലാ ചെടികളുടെ തൂപ്പുകളും മണ്ണിൽ തന്നെ നിക്ഷേപിക്കുകയാണ്, ഒരിക്കലും കത്തിക്കാറില്ല ഞാൻ. ഒന്ന്. രണ്ടാമത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന വളക്കൂട്ടുകൾ 100% ഫലപ്രദമാണ്. പക്ഷെ അത് ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. മോഹൻദാസ് എന്തായാലും പോലീസ് ആവാതെ പോയത് കേരളത്തിൻ്റെ സൗഭാഗ്യം എന്ന് ഞങ്ങൾ കരുതുന്നു. എല്ലാ ആശംസ. ജാതിക്കായുടെ പരിപ്പും തൊണ്ടും വേർതിരിക്കാനായി വലിയ യന്ത്രങ്ങൾ തേടിപ്പോകുന്ന കർഷകരാണ് കേരളത്തിലുള്ളത്. എന്നാൽ അവരെയൊക്കെ അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരു അടുവശ്ശേരി സ്വദേശി ഒരു സച്ചിദാനന്ദനുണ്ട്. അദ്ദേഹം ഈ വേദിയിലേക്ക് വരണം. ഈ ജാതിയുടെ പരിപ്പും തൊണ്ടുമൊക്കെ വേർതിരിക്കാനായി സച്ചിദാനന്ദൻ കണ്ടുപിടിച്ച യന്ത്രത്തിൻ്റെ വില എത്ര? വില 28,000 രൂപയും ടാക്സും. ചിത്രങ്ങൾ കാണാം. ജാതി കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു കർഷക പ്രതിഭയാണ് എറണാകുളം ആടുവാശ്ശേരി സ്വദേശി ശ്രീ VR സച്ചിദാനന്ദൻ. ഇതോടൊപ്പം ഉപയോക്താക്കളുടെ താൽപ്പര്യപ്രകാരം യന്ത്രസാമഗ്രികൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു മെഷീൻ മാനുഫാക്ചറിംഗ് യൂണിറ്റും സ്വന്തമായി നടത്തുന്നുണ്ട്. പരമ്പരാഗത സമ്പ്രദായപ്രകാരം ജാതിക്കയുടെ പരിപ്പും തൊണ്ടും ഗുണമേന്മയോടെ വേർതിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോഴാണ് ഈ ആവശ്യത്തിലേക്കായി ശ്രീ സച്ചിദാനന്ദൻ സൂപ്പർ നട്ട്മെഗ് ഡെക്കോർട്ടിക്കേറ്റർ എന്ന ഉപകരണം നിർമ്മിച്ചെടുത്തത്. ഹാഫ് HP സിംഗിൾ ഫേസ് മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മെഷീൻ 1 മണിക്കൂറിൽ 150 കിലോയോളം ജാതിക്ക പരിപ്പും തൊണ്ടുമായി വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്നു. ഇന്ന് 24,000 രൂപയോളം ചെലവ് വരുന്ന ഈ യന്ത്ര സംവിധാനം വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാപകമാക്കാൻ ഈ കർഷകൻ ആഗ്രഹിക്കുന്നു. സച്ചിദാനന്ദ, ഇതിലും വില കുറച്ച് കൊടുക്കാൻ കഴിയുമോ? ജോലിക്കാർക്ക് ഒക്കെ വളരെയധികം പൈസ കൂടി. ഇപ്പം നമ്മൾ 800 രൂപയോടത്തോളം ഡെയിലി വേജസ് കൊടുക്കണം. അപ്പോൾ അതും പിന്നെ ഇലക്ട്രിക് മോട്ടറുകൾ, പെയിൻറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം ഡെയിലി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ടുള്ളൊരു ഇതല്ല, വാല്യൂ അല്ല ഇപ്പോൾ ഈ മാർക്കറ്റിലൊക്കെ വരുന്നത്. എത്ര വർഷം കൊണ്ടാണ് സച്ചിദാനന്ദനെ ഇത് വികസിപ്പിച്ചെടുക്കും? ഇത് ഞങ്ങളിപ്പോൾ 12 വർഷം മുമ്പ് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പ്രോട്ടോടൈപ്പ് മെഷീനുണ്ട്. ആ മെഷീനിൽ ഇപ്പോൾ ഈ എറണാകുളം ഇൻഫർമേഷൻ ബ്യൂറോന്ന് ഒരു സാറ് വന്നു. പിന്നെ കുന്നുകര കൃഷിഭവനിലുള്ളൊരു മാഡം വന്ന് അവർ ഇതിൻ്റെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള സാധനങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഇത് മൂടി വച്ചിരിക്കുന്നത് ചോദിച്ചു. അത് പോരാ, ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം കിട്ടത്തക്ക വിധത്തിൽ ഇത് നിങ്ങൾ ഒരു പ്രൊഡക്ഷൻ ചെയ്യണം, എന്നിട്ട് അതിനുള്ള മാർക്കറ്റിംഗ്, അപ്പോൾ സെയിൽ ടാക്സ് രജിസ്ട്രേഷൻ അത് ഇതൊക്കെ എടുക്കണം. അപ്പോൾ അതെടുത്തിട്ട് അത് ചെയ്യാനുള്ള ഒരു സംരംഭം നടത്തി. ഈ സച്ചിദാനന്ദനെ ആരാ ഇക്കാര്യത്തിലൊക്കെ സഹായിക്കുന്നത്? വീട്ടിലെല്ലാവരും സഹായിക്കും? ഇത് ഇപ്പം എൻ്റെ മൂത്ത മകൻ രാജീവാണ്.
മൂത്ത മകൻ അതില്ലേ? അതെ, ഇളയ മകൻ ആ കൃഷിയിൽ അവിടെ കുന്നുകരയിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. യുവകർഷകൻ എന്നുള്ള രീതിയിൽ ട്രോഫി, പിന്നെ പൊന്നാടയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവന് വളരെ നന്ദി. നമുക്ക് പാനലിലേക്ക് വരാം. ചോദ്യങ്ങൾ. ഈ മെഷീൻ്റെ പുറം ഭാഗം മാത്രമാണ് ഞങ്ങൾ കണ്ടത്. ഉള്ളിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു തന്നാൽ ബുദ്ധിമുട്ടാകുമോ? NIF-ൽ പേറ്റന്റ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. അപ്പോൾ NIF-ൽ നിന്ന് ഹൈദരാബാദിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു. പിന്നെ PDS എന്നും പറഞ്ഞ് ഇടുക്കിയിൽ നിന്നൊരു സ്ഥാപനം, അതിൻ്റെ ആൾക്കാർ വന്ന് ആണ് ഈ മെഷീൻ പേറ്റന്റ് തരാൻ വേണ്ടി അവർ സഹായിച്ചപ്പോൾ എല്ലാ ആൾക്കാർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഒരു സ്വഭാവം, ആരെങ്കിലും എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തങ്ങൾ നടത്തി വെച്ചാൽ അത് പെട്ടെന്ന് കോപ്പി അടിച്ച് ആ വാല്യൂ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യില്ല. അപ്പോൾ ഇത് ഇവരെന്താ വെച്ചാൽ ഈ വില കുറച്ച് കാണുമ്പോഴേ അവിടത്തേക്ക് ഓടിച്ചെല്ലും. അവിടെ ഇങ്ങനെ ഓടിച്ചെന്ന് വാങ്ങിക്കഴിയുമ്പോൾ ഇത് ശരിയായ പ്രവർത്തനത്തിൽ എല്ലാവർക്ക് വാങ്ങുന്ന ആൾക്കാർ വളരെ കഷ്ടത്തിലാവും. എൻ്റെ തിയറി അതല്ല. നമ്മൾ ഈ മെഷീൻ ഉണ്ടാക്കിയാൽ ആ പൈസയ്ക്ക് ഒരു മൂല്യം ഉണ്ട്. അതാരും മുടക്കിയാലും ശരി. ചിലപ്പോൾ കർഷകരൊക്കെ കടം വാങ്ങിച്ചായിരിക്കും ഈ യന്ത്രങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവർ വാങ്ങുന്ന ആ കടത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. ഞാൻ ഈ സ്ഥാപനം നടത്തി കൊണ്ടിരുന്ന റേയോൺസിലെ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഓർഡറുകൾ എടുത്ത് ചെയ്തിരുന്നതാണ്. ഇതിനിടയ്ക്ക് ഈ സ്വന്തമായ ഒരു ചെറുകിട സ്ഥാപനമുണ്ട് എനിക്ക്. ഇതിനോടനുബന്ധിച്ച് കാർഷിക മേഖലയിൽ ഉപയോഗിക്കാവുന്ന മറ്റ് ചെറിയ യന്ത്രങ്ങൾ വല്ലതും ഏത് ആവശ്യങ്ങൾക്കായാലും ഇപ്പോൾ ദൈവാധീനം കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള സഹായം ഞങ്ങൾക്ക് ഈ വാഗ്ദാനങ്ങൾ പേപ്പറിൽ അവിടെ ഇവിടേക്ക് ഉണ്ടെങ്കിൽ കയ്യിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കണം. ഓട്ടോറിക്ഷയുടെ ചേസ് അതിൽ ഫിറ്റ് ചെയ്തിട്ട് വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാൻ, സാധനങ്ങൾ ലോഡ് ചെയ്യാനുള്ള മെഷീൻ, പിന്നെ സവാള ഉള്ളി അരിയാനുള്ള മെഷീൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പം തുടർന്ന് ഇങ്ങനെ ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്ത് ഓരോരുത്തർക്കും ഇതിന് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുവിധം എല്ലാ തരത്തിലുള്ള യന്ത്രങ്ങളുമൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എന്താ നമുക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കിട്ടൂല പണിക്ക്. താങ്കളുടെ ഭാഗ്യം താങ്കളുടെ മക്കൾ താങ്കളോടൊപ്പം ഉണ്ടല്ലോ, അത് തന്നെ വലിയ ഭാഗ്യമാണ് ഞാൻ കരുതുന്നു. അന്താരാഷ്ട്ര അംഗീകാരം അർഹിക്കുന്നതാണെന്ന് പറയാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുന്നു. അന്താരാഷ്ട്ര അംഗീകാരം കിട്ടേണ്ടതാണ്. രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, പച്ച ജാതിക്ക ഇതിൽ കൊണ്ട് ഇടുന്നതിന് മുമ്പേ അത് ഉണക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ജാതിക്കയുടെ ഉണക്ക് ശരിയായിട്ട് ഉള്ള രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഇളയ മകൻ രാജേഷ് ഇവിടെ വന്നിട്ടുണ്ട്. രാജേഷാണ് അത് ഈ ജാതിക്ക പൊട്ടിക്കാനും ഉണക്കാനും ഒക്കെ ഉള്ള ശരിയായ രീതിയിൽ ഇത് പ്രവർത്തിപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മെഷീനിൽ ജാതിക്ക പൊട്ടിക്കാനായിട്ട് ആളുകൾ കൊണ്ടുവരാറുണ്ടോ? ജാതിക്ക പൊട്ടിക്കാനായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് ഇതിൻ്റെ ഈ ഉണക്കൊക്കെ പഠിപ്പിച്ച് അത് കംപ്ലൈൻറ്റ് കൂടാതെ 100% സക്സസ് ആയിട്ട് വർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഞങ്ങൾ ഇതുവരെ സ്റ്റാൻഡേർഡായിട്ട് സാധനങ്ങൾ കൊടുക്കാറുള്ളൂ. മോട്ടർ തന്നെ നമുക്ക് അല്പം വില കുറച്ചത് എടുത്താൽ ലാഭം കൂടുതൽ കിട്ടും. ഞാൻ ചോദിക്കുന്നത്, ഈ മെഷീൻ ഇപ്പോൾ എന്താ വില പറഞ്ഞത്? 24,000 28,000 രൂപ. 28,000 രൂപ ടാക്സ്. കേരളത്തിലെ ജാതി കൃഷിയുള്ള എല്ലാ കൃഷിഭവനുകളിലും ഇതുപോലൊരു മെഷീൻ നമ്മുടെ അഗ്രോ സർവീസ് സെൻ്ററുകളിൽ വാങ്ങാനായിട്ട് ഒരു അഭ്യർത്ഥന താങ്കൾക്ക് കൊടുത്തൂടെ? തീർച്ചയായിട്ടും നമ്മൾ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് 100 എണ്ണത്തിന് ഗവൺമെൻറ് ഉത്തരവ് വന്നാൽ ഒരുപക്ഷെ ഇതിൻ്റെ വില കുറയുമോ? ഇത് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 24,000 രൂപയുടെ ഇതിന് കോസ്റ്റ് വരുന്നുണ്ട്, മാനുഫാക്ചറിങ് കോസ്റ്റ്. അതിനകത്ത് നമ്മൾ ഇപ്പം 4,000 രൂപ പ്രോഫിറ്റ് ഇട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് ഒരു 100 മെഷീൻ വാങ്ങാൻ വലിയ പ്രയാസമില്ല. ഇല്ല. അപ്പോൾ അതിൽ താങ്കളുടെ മെഷീൻ ഉൾപ്പെടുത്തണമെന്നേ ഉള്ളൂ. അതിൻ്റെ ശുപാർശ താങ്കൾ നൽകണമെന്നാണ് എൻ്റെ വിനീതമാണ്. തീർച്ചയായിട്ടും സച്ചിദാനന്ദന അങ്ങനെ ഒരു ശുപാർശ തീർച്ചയായിട്ടും നൽകണം. വളരെയധികം നന്ദി സാർ. ഞങ്ങളുടെ ഈ തൊഴിൽ തുടർന്ന് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും മറ്റുള്ള ആൾക്കാർ ചെയ്തു തന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ വിജയിക്കും. ആ കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇതിൻ്റെ വില 28,000 രൂപ. അതെ. ഒരു മണിക്കൂറിൽ 150 കിലോ വരെ തൊണ്ട് പൊളിക്കാൻ പറ്റും. ജാതിക്കുരു കിലുങ്ങി കേൾക്കുന്ന ഉണങ്ങിയ പാകമായ ജാതിക്കുരുവിൻ്റെ തൊണ്ട് പൊളിക്കാൻ പറ്റും. സാധാരണ നമ്മുടെ നാട്ടിൽ വീട്ടുവളപ്പിൽ ഒരു ഇടവിളയായിട്ടാണ് ജാതി. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ സാധാരണക്കാർക്ക് ഉണ്ടാകുന്നത് 100-150 മരങ്ങളാണ്. ഞാൻ പ്രായോഗികമായൊരു സംശയം ചോദിക്കുകയാണ്. സാധാരണക്കാർക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ
കൂട്ടായ്മയിലൂടെ മാത്രം ഇത് വാങ്ങാൻ കഴിയും, അല്ലെങ്കിൽ ഇതിന്റെ കുറച്ചുകൂടി ചെറിയ മോഡൽ ഉണ്ടാക്കി, ഇത്ര വിലയില്ലാത്ത ചെറിയ മോഡൽ ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങേക്ക് കഴിയുമോ? അതേ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു മെഷീന് നമ്മൾ ഉപയോഗിക്കുന്നത് കംപ്ലൈൻറ്റ് കൂടാതെ ഇത് ആയുഷ്കാലം വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. അങ്ങനെയുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചെറുകിടക്കാർക്കും വിൽക്കാം, വലിയ ആളുകൾക്കും ഉപയോഗിക്കാം. ഇത് ആയുഷ്കാലം ഇത് കേട് വരാതിരിക്കും. ഒരു 1-2 സീസൺ കൊണ്ട് ഇത് ഒരുവിധം 10-100 അല്ലെങ്കിൽ 1000 കിലോ ഉൽപ്പാദനമുള്ള ആൾക്ക് അതിൽ നിന്ന് 1 കിലോ ഇപ്പോൾ നമ്മൾ പൊട്ടിക്കുമ്പോൾ 75 രൂപ വരെ ഇതിനകത്ത് പരിപ്പാക്കി കൊടുക്കുമ്പോൾ ലാഭമുണ്ട് 1 കിലോയ്ക്ക്. അപ്പോൾ ഇതുപോലെ പ്രോഫിറ്റ് കിട്ടുന്നതായ ഒരു മെഷീനും ഇന്ന് വരെ ഇല്ല. വളരെ 4 HP മുതൽ 1/2 HP വരെ ഉള്ള സിംഗിൾ ഫേസ് മോട്ടറിൽ ഹൗസ് കണക്ഷനിൽ നിന്ന് ഈ സാധനം വർക്ക് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഒരു പൊട്ടിപ്പോകുന്ന ഒരു കംപ്ലൈൻറ്റ് ഇതിന് വരില്ല. നല്ല ബ്രേക്ക് ഇത് വരുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മളിപ്പോൾ ഡ്രയറിലോ ഏതെങ്കിലും രീതിയിൽ ഉണക്കുമ്പോൾ അത് ഓവറായിട്ട് പെട്ടെന്ന് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നൂല് പൊട്ടി ഉള്ളിൽ ഇതിൻ്റെ പരിപ്പുമ്പോൾ നൂൽപൊട്ടുണ്ടാവും. അത് നമ്മൾ പുറമേ നോക്കിയാൽ കാണില്ല. ഇത് ഫീഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞ് 2 കഷ്ണമായിട്ട് വരും. എന്തായാലും വളരെ ചിട്ടയായ സംവിധാനത്തോടുകൂടിയാണ് ഈ യന്ത്രം തയ്യാറാക്കിയിരിക്കുന്നത് അല്ലേ? അതെ. ഇതിൽ സച്ചിദാനന്ദന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തം, ഈ സുഹൃതം തലമുറകളിലൂടെ കേരളത്തിന് സൗഭാഗ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാവവും. KSFE ഭാഗ്യശ്രേയസ് ചിട്ടികളുള്ളപ്പോൾ സ്വന്തമായി ഒരു വീട്, കാറ് ഇതൊന്നും സ്വപ്നങ്ങളാവില്ല. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് 2500 ഹെക്ടർ സ്ഥലത്ത് ജൈവ കൃഷി. കുറഞ്ഞ ചെലവിൽ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ സംവിധാനം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ 2500 ഹെക്ടർ സ്ഥലത്ത് ജൈവ കൃഷി ചെയ്യുന്നതിനും ജൈവ സർട്ടിഫിക്കേഷനും പദ്ധതി നടപ്പാക്കുന്നു. കൃഷി വകുപ്പിന്റെ ജൈവകൃഷി പദ്ധതി പ്രകാരം കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റിന് 7500 രൂപയും പച്ചില വളകൃഷിത്തോട്ടത്തിന് ഹെക്ടറിന് 10000 രൂപയും പ്രദർശനത്തോട്ടം തയ്യാറാക്കുന്നതിന് 5 സെന്റിന് 15000 രൂപയും ജൈവ ക്ലസ്റ്റർ 1-ന് 75000 രൂപയും സഹായം ലഭിക്കും. ജലവിഭവ വകുപ്പിന്റെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെന്റ് യൂണിറ്റ് ഒരു ദിവസം 50 ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാവുന്ന പുതിയ സംവിധാനത്തിന് രൂപം നൽകി. ഭുവനേശ്വറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മിനറൽസ് ആൻഡ് ടെക്നോളജിയാണ് ലളിതമായ ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. കുടിവെള്ളം ഏത് ഉറവിടത്തിൽ നിന്നുള്ളതായാലും ശുദ്ധീകരിക്കാൻ ഈ സാങ്കേതികവിദ്യയ്ക്ക് കഴിയും. വെള്ളത്തിൻ്റെ നിറം മാറ്റം, കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം, ഇരുമ്പ്, ഫ്ലൂറൈഡ്, ക്ലോറൈഡ് എന്നിവയുടെ ആധിക്യം, കാർബണിക മാലിന്യം എന്നിവ പ്രത്യേക ഫിൽറ്ററുകളിൽ അരിച്ചുമാറ്റുന്നു. കളിമണ്ണും പൂഴിമണ്ണും അറക്കപ്പൊടിയും നിശ്ചിത അളവിൽ ചേർത്ത് കുഴച്ച് വൃത്താകൃതിയിലുള്ള ഡിസ്ക് ഉണ്ടാക്കി അത് ചൂളയിൽ ചൂടാക്കി തണുപ്പിച്ചാണ് ഫിൽറ്ററുകൾ നിർമ്മിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം: കമ്മ്യൂണിക്കേഷൻ ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെന്റ് യൂണിറ്റ്, PTC ടവർ, SS കോവിൽ റോഡ്, തമ്പാനൂർ, തിരുവനന്തപുരം. ഫോൺ 0471 2320 848. തീറ്റപ്പുൽ, കിടാരി വളർത്തൽ, കാലിത്തീറ്റ സബ്സിഡി, ക്ഷീരസംഘങ്ങൾക്കുള്ള ധനസഹായം, കന്നുകാലി ഫാം വികസന സഹായം എന്നിവയെല്ലാം ചേർന്ന ക്ഷീരവികസന വകുപ്പിന്റെ പുതിയ പദ്ധതികൾ ഉടനെ ആരംഭിക്കും. 1 സെന്റിൽ 100 കിലോ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പുല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നതിനും കിടാരി യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും 5 പശുക്കളുള്ള ഫാമുകൾ ആരംഭിക്കുന്നതിനും കറവ യന്ത്രങ്ങൾ വാങ്ങുന്നതിനും ക്ഷീരവകുപ്പ് സബ്സിഡി നൽകുന്നുണ്ട്. ഒപ്പം കാലിത്തീറ്റയ്ക്കും സബ്സിഡിയുണ്ട്. കൂടുതൽ വിവരങ്ങൾ ജില്ലാ ക്ഷീരവികസന ഓഫീസുകളിൽ നിന്നും ലഭ്യമാണ്. തിരുവനന്തപുരം മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 31-ാം തീയതി ചെറുതേനീച്ച വളർത്തലിൽ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് കൃഷി വിജ്ഞാന കേന്ദ്രം പ്രോഗ്രാം കോഓർഡിനേറ്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0472 288 2086 9387 882778.
കൊല്ലം അഗ്രി ഹോർട്ടിക്കൾച്ചറൽ ആൻഡ് സുവോളജിക്കൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവം ജനുവരി 5 വരെ ആശ്രാമം ഗസ്റ്റ് ഹൗസ് വളപ്പിൽ നടക്കും. കൊല്ലം കോർപ്പറേഷൻ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് പുഷ്പോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ചെലവില്ല പ്രകൃതി കൃഷിയെക്കുറിച്ച് ജനുവരി 30, 31 തീയതികളിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷന് എതിർവശത്തുള്ള MT സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ശില്പശാല സംഘടിപ്പിക്കുന്നു. ശില്പശാലയിൽ സുഭാഷ് പലേക്കർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങൾക്കും പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9446390839 9446530839. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.7, 24.5. കൊച്ചി 32, 25.4. ആലപ്പുഴ 32, 25.5. പുനലൂർ 32, 22.8. തിരുവനന്തപുരം കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.